രാഹുൽ ഗാന്ധിയോടും കോക്രോച്ച് പാർട്ടിയോടും ഒടുവിൽ തോറ്റിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പിടിച്ചുലച്ച നീറ്റ് പരീക്ഷാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സാമ്പത്തിക ക്രമക്കേടുകളും ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം ചെറുതല്ല. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ് അധികം വൈകും മുൻപ് തന്നെ പാർട്ടിയെയും ഭരണകൂടത്തെയും പ്രതിരോധത്തിലാക്കിയ ഈ വിവാദത്തിൽ നിന്ന് കരകയറാൻ വമ്പൻ മന്ത്രിസഭാ പുനഃസംഘടനയാണ് അരങ്ങിലൊരുങ്ങുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെയും CJPയുടെയും മുൻപിൽ മോദി മുട്ടുമടക്കിയെന്ന് തന്നെ പറയാം. ഇതിനിടയിൽ ഭരണകൂടത്തിന്റെ ആസൂത്രിതമായ വീഴ്ചകൾ മറച്ചുവെക്കാൻ മന്ത്രിമാരെ മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ ബലിയാടാക്കി വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനങ്ങൾ അടക്കം തടിയൂരാമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കരുതുന്നത്. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഒരേ സമയം കടുത്ത ചർച്ചയായി മാറി വളരെ വ്യത്യസ്തവും കടുത്ത പരിഹാസഭരിതവുമായ ഒരു ജന്മദിനാശംസ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിയന്തര രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന CJP പ്രവർത്തകരും അവരുടെ പ്രമുഖ നേതാവായ അഭിജിത് ദീപ്കെയുമാണ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് വേറിട്ട രീതിയിൽ പിറന്നാൾ ആശംസകൾ നേർന്നത്. കേന്ദ്രമന്ത്രിയുടെ ജന്മദിനമായ വെള്ളിയാഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധ സമരം 7ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലായിരുന്നു ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ സ്ഥാപിച്ച ഒരു വൈറ്റ് ബോർഡിൽ ഹാപ്പി ബർത്ത്ഡേ പ്രധാൻ, ദയവായി രാജിവെക്കൂ എന്ന് അഭിജിത് ദീപ്കെ വളരെ വ്യക്തമായി എഴുതിയിരുന്നു. ഇതിന് പിന്നിലായി അണിനിരന്ന CJP പ്രവർത്തകർ പരിഹാസരൂപേണ ജന്മദിന ഗാനം ആലപിക്കുന്ന വീഡിയോ ദീപ്കെ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ഈ വീഡിയോയിലൂടെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം മന്ത്രിയെ കടന്നാക്രമിച്ചതും പരിഹസിച്ചതും. ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾക്ക് ജന്മദിനാശംസകൾ നേരുന്നുവെന്നും എന്നാൽ ഞങ്ങൾക്ക് ഒരു വലിയ ഉപകാരം ചെയ്ത് ദയവായി താങ്കൾ ആ സ്ഥാനമൊഴിഞ്ഞു തരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് നൽകാനുള്ള ജന്മദിന സമ്മാനമായി ഞങ്ങൾ ഒരു രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും അതിൽ താങ്കൾക്ക് വെറും തള്ളവിരൽ അടയാളം മാത്രം പതിച്ചാൽ മതിയെന്നും ദീപ്കെ വീഡിയോയിൽ തുറന്നടിച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്ക് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളാണ് ദീപ്കെ ഈ അവസരത്തിൽ ഉന്നയിച്ചത്. ആഗോളതലത്തിൽ വലിയ ലോക നേതാവായി സ്വയം ചിത്രീകരിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന പ്രധാനമന്ത്രിയുടെ ആഭ്യന്തര പരാജയങ്ങളെ അദ്ദേഹം അക്കമിട്ട് നിരത്തി പരിഹസിക്കുകയുണ്ടായി. ലോകത്തെ വലിയ യുദ്ധമായ റഷ്യ-ഉക്രൈൻ യുദ്ധം പോലും സ്വന്തം നയതന്ത്ര ഇടപെടൽ വഴി താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിഞ്ഞുവെന്ന് വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന പ്രധാനമന്ത്രിക്ക് സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദ്യമുയർത്തി. ആഗോള സമാധാനത്തിന്റെ വക്താവായി അന്താരാഷ്ട്ര വേദികളിൽ ചമയുമ്പോഴും സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത ഉത്തരവാദിയായ മന്ത്രിയുടെ രാജി വാങ്ങി ജനങ്ങളോട് നീതി പുലർത്താൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മടിക്കുന്നതെന്ന ചോദ്യം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പാർലമെന്ററി നീക്കങ്ങളും CJPയുടെ ഇത്തരം വേറിട്ട സമരമുറകളും കേന്ദ്ര സർക്കാരിനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും യുവജനങ്ങളുടെയും കണ്ണീരിന് കൃത്യമായി മറുപടി പറയാതെ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ നിന്ന് എളുപ്പം ഒളിച്ചോടാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ജന്തർ മന്ദിറിലെ സമരവേദിയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. Happy birthday to you, धर्मेंद्र प्रधान. हैप्पी बर्थडे टू यू. आज मेरे हैप्पी बर्थडे टू यू, हैप्पी बर्थडे टू यू, हैप्पी बर्थडे डियर प्रधान जी, हैप्पी बर्थडे टू यू. प्लीज रिजाइन धर्मेंद्र प्रधान जी. धर्मेंद्र प्रधान जी, अ वेरी हैप्पी बर्थडे टू यू. एहसान करिए, रिजाइन कर दीजिए. एज अ गिफ्ट हम आपको रेजिग्नेशन लेटर भेजते हैं, आप बस अंगूठा लगा दीजिए.